സോ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ മെറ്റീരിയൽസിൽ തന്നെ സിന്തസിസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് പഠിച്ചു. സോ നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ദ നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസിനെ പറ്റിയുള്ള കുറച്ച് MCQs ആണ് കേട്ടോ. സോ the first question is, which of the following best describes the sol gel process in nanomaterial synthesis? അപ്പം നാനോ മെറ്റീരിയൽ സിന്തസിസ് ചെയ്യുന്നതിൽ സോൾ ജെൽ പ്രോസസ്സിനെ കറക്റ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് റിയാക്ഷൻ മെത്തേഡ് ഒരു സോളിഡ് സ്റ്റേറ്റ് റിയാക്ഷൻ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ല. അവിടെ സോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫോം ആയി ജെല്ലായിട്ട് മാറുന്നു. ജെൽ എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് ആണ് അല്ലേ. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് സോൾജൻ പ്രോസസ്സിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ സോളിഡ് സ്റ്റേറ്റ് ഇല്ല, നമ്മൾ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആണ്, വിച്ച് ഇസ് നോട്ട് പ്രോപ്പർ സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. ഈ കെമിക്കൽ സൊല്യൂഷൻ ഡിപ്പോസിഷൻ മെത്തേഡ് ആക്ച്വലി ഇവിടെ ചെയ്യുന്ന നമ്മൾ കെമിക്കൽ സൊല്യൂഷൻ ഡിപ്പോസിഷൻ മെത്തേഡ് ആണ് അല്ലേ. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിനെ ഒരു സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മളിതിനെ മിക്സ് ചെയ്തിട്ട് ഡിസ്പേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ സൊല്യൂഷനാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്തൊക്കെ എടുത്താണ് എന്ത് ചെയ്യുന്നത്, നാനോ മെറ്റീരിയലാക്കി മാറ്റുന്നത്. സോ ദിസ് ഈസ് റൈറ്റ് ഓപ്ഷൻ. ബട്ട് ബാക്കി ഓപ്ഷൻസ് കൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഹൈ ടെമ്പറേച്ചർ വേപ്പർ ഫേസ് പ്രോസസ് ഇല്ല, നമ്മൾ വേപ്പർ ഫേസ് പ്രോസസ് അല്ല, പിന്നെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി വേപ്പർ പ്രോസസ് അല്ല എന്നുള്ളത് നമുക്കറിയാം. പ്ലാസ്മ അസിസ്റ്റഡ് ടെക്നിക്, പ്ലാസ്മ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഇസ് ഓപ്ഷൻ ബി, എ കെമിക്കൽ സൊല്യൂഷൻ ഡെപ്പോസിഷൻ മെത്തേഡ്. ഇപ്പോൾ സോൾജൻ പ്രോസസ്സിൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് പ്രീകർസർ സൊല്യൂഷൻ ആണ്, നമുക്ക് സോൾ എന്ത് ചെയ്യുന്നു, ജെല്ലായിട്ട് മാറുന്നു, അതിനുശേഷം ഡ്രൈ ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, ആൻഡ് വി ഗെറ്റ് ദ നാനോ മെറ്റീരിയൽസ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് മെറ്റൽ ഓക്സൈഡ്സും സെറാമിക് ആയിട്ടുള്ള നാനോ മെറ്റീരിയൽസ് ആണ്. സോൾ ജെല്ലും സോൾ ജെൽ പ്രോസസ്സിലൂടെ നമുക്ക് മെറ്റൽ ഓക്സൈഡ്സ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, മെറ്റൽ ഓക്സൈഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിൻ മെത്തേഡ് സോൾ ജെൽ പ്രോസസ്സും അതുപോലെ തന്നെ സെറാമിക്കിനും സെയിം ആണ്. സെറാമിക് സോൾ ജെൽ പ്രോസസ് വി ഹാവ് ആക്ച്വലി 2 ടൈപ്സ് ആണ്. നമുക്ക് 2 ടൈപ്പ് സിന്തസിസ് ആണ് വരുന്നത്, ഹൈഡ്രോലിസിസും പിന്നെ വരുന്നത് റിഡക്ഷൻ മെത്തേഡുമാണ്. ഓക്കെ, റിഡക്ഷൻ മെത്തേഡ്. ഹൈഡ്രോലിസിസിനകത്ത് തന്നെ സാധാ ഹൈഡ്രോലിസിസ്, അതായത് നമ്മൾ വാട്ടറിൽ സോൾവെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു മെറ്റീരിയൽ ഡിസ്പോസ് ചെയ്തുണ്ടാക്കുന്ന ഹൈഡ്രോലിസിസ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഒരെണ്ണമാണ് സോൾ ജെൽ പ്രോസസ് പറയുന്നത്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി റിഡക്ഷനും 2 ഉണ്ട്. നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഉപയോഗിക്കും. ഓക്കെ, സോഡിയം ബ്രോമോ ഹൈഡ്രൈഡ്, ഹൈഡ്രസൈൻ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. സോ റിഡക്ഷൻ ചെയ്തും ഹൈഡ്രോളിസിസ് ചെയ്തും വി വിൽ മാനുഫാക്ചർ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ സോൾ ജെല്ലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. In the sol gel process, which of the following is used as precursor for metal oxide nanoparticles? Sol gel നമ്മൾ പറഞ്ഞു മെറ്റൽ ഓക്സൈഡ്സ്, പിന്നെ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ ഒപ്പം തന്നെ വി വിൽ ബി ക്രിയേറ്റിംഗ് സെറാമിക്സിൻ്റെ നാനോ പാർട്ടിക്കിൾസ് നമ്മൾ ഇതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രീകേഴ്സർ ആയിട്ട് മെറ്റലിന് നമ്മൾ സോഴ്സ് ഓഫ് മെറ്റൽ കൊടുക്കേണ്ടത്, അത് എന്താണ് കൊടുക്കുന്നത്, മെറ്റൽ ആൽക്കോക്സൈഡ്സ് ആണ്. സോ ഇത് ഓർക്കേണ്ടതാണ്, മെറ്റൽ ആൽക്കോക്സൈഡ്സ് ആണ് നമ്മൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, now what is the key advantage of using sol gel method for nanomaterial? Nanomaterial synthesis എന്തുകൊണ്ടാണ് നമ്മൾ സോൾ ജെൽ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റിക്വയർസ് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ. ഇല്ല, അത്രയ്ക്കും എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അതൊരു ഡ്രോബാക്ക് ആണ്, നമുക്ക് ഹൈ ടെമ്പറേച്ചേഴ്സിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ആ മെത്തേഡ് ചെയ്യുക, വിച്ച് ഇസ് നോട്ട് എ കൺവീനിയൻറ്റ് മെത്തേഡ്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രിഫർഡ്. ടെമ്പറേച്ചറിൻ്റെ കാര്യം അങ്ങനെ എടുത്ത് പറയുന്നതുമില്ല. സോൾ ജെല്ലിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഹൈലി ക്രിസ്റ്റലൈൻ നാനോ സ്ട്രക്ചേഴ്സ് ഡയറക്ട്ലി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഹൈലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള നാനോ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദെൻ എനേബിൾസ് കൺട്രോൾ ഓവർ പാർട്ടിക്കിൾ സൈസ് ആൻഡ് കമ്പോസിഷൻ. നമുക്ക് നാനോ മെറ്റീരിയലിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് അതിലെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഡയമെൻഷൻ ആണ് അല്ലേ. ഡയമെൻഷൻ വിച്ച് ഈസ് പാർട്ടിക്കിൾ സൈസ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന നാനോ മെറ്റീരിയലിൻ്റെ സൈസ് ഇറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അത് സോൾ ജെൽ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും, കാരണം നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വി ക്യാൻ കൺട്രോൾ ദ പാർട്ടിക്കിൾ സൈസ്, നാനോ മെറ്റീരിയൽ ഏത് സൈസിനാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് അതിൽ മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ്സ് കോമ്പോസിഷൻ. സോ ദാറ്റ് ഈസ് റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോൾ ജെൽ മെത്തേഡ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇൻവോൾവ്സ് ഹൈ കോസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ. ഒരിക്കലും ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയൂ ഇല്ല. സോ നമുക്കിവിടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്
കറക്റ്റായിട്ട് പറയാം. പിന്നെ നാനോ പാർട്ടിക്കൂടെ പറഞ്ഞിട്ടുണ്ട്. നാനോ പാർട്ടിക്കിളിന്റെ സൈസ്, ഷേപ്പ്, കോമ്പോസിഷൻ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു പ്രീകഴ്സർ ആയിട്ട് എടുക്കുന്നില്ലേ, മെറ്റൽ ആൽക്കോക്സൈഡ്, പിന്നെ നമ്മളൊരു സോൾവെന്റ് സൊല്യൂഷനും എടുക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ കോൺസെൻട്രേഷനും പി എച്ചും ടെമ്പറേച്ചറും ഏജിങ് ടൈമും ഈ ടൈമും ഡ്യൂറേഷനും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദ സൈസ്. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാനോ പാർട്ടിക്കിൾസിന്റെ സൈസ്, ഷേപ്പ്, കോമ്പോസിഷൻ ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കതിന് ഒരു കൺട്രോൾ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നൗ in the reduction method for metal nanoparticle synthesis, the reducing agent's primary role is to. അപ്പോൾ ഇവിടെ റിഡക്ഷൻ മെത്തേഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സെക്കൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്. അതിൽ മെറ്റൽ നാനോ പാർട്ടിക്കിൾ സിന്തസിസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റൽ നാനോ പാർട്ടിക്കിൾ സിന്തസിസിൽ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നില്ല. എന്തിനാണ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നത്? മെറ്റൽ പ്രീകർസറിനെ ഡിസോൾവ് ചെയ്യാനാണോ, കൺവേർട്ട് മെറ്റൽ അയോൺസ് ഇൻ ടു മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ആണോ, ദെൻ കൺട്രോൾ ദ നാനോ പാർട്ടിക്കിൾ ഷേപ്പ്, ആക്ട് ആസ് എ സ്റ്റെബിലൈസിങ് ഏജന്റ്. അപ്പോൾ ഈ നമ്മൾ കെമിക്കൽ റിഡക്ഷൻ നടത്തുന്നതിൽ ഈ നമുക്കൊരു മെറ്റൽ സോഴ്സ് കാണില്ല, മെറ്റൽ പ്രീകർസർ കാണും. അത് നമ്മൾ പൊതുവെ മെറ്റൽ സോൾട്ട് ഒക്കെയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഈ റെഡ്യൂസിങ് ഏജൻസ് ഞാൻ പറഞ്ഞു നേരത്തെ, സോഡിയം ബോറോഹൈഡ്രേറ്റ് ഇല്ലേ, സോഡിയം ബോറോഹൈഡ്രേറ്റ് NaBH4, ഐ തിങ്ക് ദിസ് ഈസ് ദ ഫോർമുല. അപ്പോൾ സോഡിയം ബോറോഹൈഡ്രേറ്റ്, സിട്രേറ്റ് ഒക്കെ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് എന്ത് ചെയ്യും? ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്. ഈ റെഡ്യൂസിങ് ഏജന്റ് നമ്മളെ മെറ്റൽ സോഴ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നുണ്ട്. സോ മെറ്റൽ അയണിനെ മെറ്റൽ നാനോ പാർട്ടിക്കിളിട്ട് കൺവേർട്ട് ആണ് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻസ് അവിടെ ചെയ്യുന്നത്. സോ ഡയറക്റ്റ് കൺവേർഷൻ ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റിന്റെ മെയിൻ പർപ്പസ് ഇത് തന്നെയാണ്, കൺവേർട്ട് ദ മെറ്റൽ അയോൺസ് ഇൻ ടു മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്. Next question, which of the following is commonly used as a reducing agent in the synthesis of silver nanoparticles? Silver nanoparticles in the synthesis reducing agent ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആകെ പഠിച്ച രണ്ട് റെഡ്യൂസിങ് ഏജൻസ് ഉണ്ട്, സോഡിയം ബോറോഹൈഡ്രേറ്റും പിന്നെ സിട്രേറ്റ്. അതിൽ ഓപ്ഷൻ ബിയിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉണ്ട്. സോ വിച്ച് ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, NaBH4 അത് നമ്മൾ സിൽവർ അയോൺസിനെ മെറ്റാലിക് സിൽവറിൽ നിന്ന് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. ഇനി നെക്സ്റ്റ് ഒരു അസർഷൻ റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾ ജെൽ സിന്തസിസ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഫാബ്രിക്കേറ്റിംഗ് സെറാമിക് നാനോമെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞില്ലേ, സോൾ ജെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റൽ ഓക്സൈഡ്സും മെറ്റൽ ഓക്സൈഡ്സ് ആയിരുന്നു. ലെറ്റ് മീ ചെക്ക് വൺസ്. വി ഹാഡ് ഡിസ്കസ്ഡ് സോൾ ജെൽ. ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. മെറ്റൽ ഓക്സൈഡ്സും സെറാമിക് നാനോമെറ്റീരിയൽസും. മെറ്റൽസും മെറ്റൽ ഓക്സൈഡ്സും നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത്. മെറ്റൽ സിന്തസൈസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ചിലപ്പോൾ മെറ്റൽ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്തൊന്നും വരില്ല. സോ സോൾ ജെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ഓക്സൈഡും പിന്നെ സെറാമിക് ആണ്. അത് ഓർക്കാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ ആൽക്കോക്സൈഡ്സ് ആണല്ലോ സോഴ്സ് ആയിട്ട് സോൾ ജെല്ലിൽ ഉപയോഗിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെറ്റൽ ഓക്സൈഡ്. പിന്നെ സെറാമിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും പ്രിപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത്, സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ് അല്ലേ? ഫസ്റ്റ് അസർഷൻ കറക്റ്റ് ആണ്. റീസൺ നോക്കാം. ഇഫ് ദ പ്രോസസ് അലോസ് കൺട്രോൾഡ് ഹൈഡ്രോളിസിസ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ പ്രീകഴ്സേഴ്സ് ഫോമിംഗ് ഓക്സൈഡ് നെറ്റ്വർക്ക്. നമുക്കിപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോക്സൈഡിനെ ഓക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ആകുന്നത് മെയിനായിട്ട് അല്ലേ? ഓക്സൈഡ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് ആയിട്ടും ഒക്കെ ചിലപ്പോൾ കൺവേർട്ട് ആകും. സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് പ്രോസസ്സാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? നെറ്റ്വർക്ക്സ് ഫോം ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ദിസ് ഈസ് സോൾജലിന്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി കറക്റ്റ് ആയിട്ട് തന്നിട്ട്. ആ പ്രോസസ്സ് എന്താണ്? ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത്. പിന്നെ നമ്മൾ മെറ്റൽ പ്രീകഴ്സർ, അതായത് മെറ്റൽ ആൽക്കോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഇതായിട്ട് മാറുന്നു. എന്തായിട്ട്? നമ്മുടെ ഓക്സൈഡ് നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നു. സോ ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. മെറ്റൽ റീസൺ കറക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസർഷൻ ഗിവൺ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, next question, which parameter is most crucial in controlling nanoparticle size in the chemical reduction method? ഇപ്പോൾ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡിൽ നാനോ പാർട്ടിക്കിൾ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ സോൾട്ട് എടുക്കുമല്ലോ. റിഡക്ഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് ചെയ്യാം, ഇലക്ട്രോ റിഡക്ഷനും ചെയ്യാം. അപ്പോൾ രണ്ടിലും നമ്മളൊരു സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും മിക്കവാറും എടുക്കുന്നത് അല്ലേ? അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് നാനോ മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, വി ക്യാൻ കൺട്രോൾ. ഇവിടെയൊക്കെ എന്ത് ഈ പ്രോസസ്സിന്റെ ഒക്കെ മെയിൻ അഡ്വാൻറ്റേജ് സോൾ ജെല്ലിൽ പറഞ്ഞു, നമുക്ക് അതിന്റെ പാർട്ടിക്കിൾ സൈസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ സൈസ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു ഇല്ലേ? എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട്, pH വെച്ചിട്ട്, ടെമ്പറേച്ചർ വെച്ചിട്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ്
ഇവിടെ റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇവിടെ നമ്മുടെ കൺവേർഷൻ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രോപ്പർട്ടീസ് കോൺസെൻട്രേഷനും പി എച്ചും ടെമ്പറേച്ചറും ഒക്കെ മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ടെമ്പറേച്ചർ റിഡ്യൂസിങ് ഏജന്റിന് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിന്റെ യുണീക്ക് ആയിട്ടുള്ള കോൺസെൻട്രേഷനും ടൈപ്പും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്കിയുള്ളതിനേക്കാളും വി ഷുഡ് ഫോക്കസ് ഓൺ ദ റെഡ്യൂസിങ് ഏജന്റ്. അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നാനോ പാർട്ടിക്കിളിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ടെമ്പറേച്ചർ, സ്റ്റിറിംഗ് സ്പീഡ് അതൊക്കെ കോമൺ ആണ്. സൊല്യൂഷനിലേക്ക് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വോളിയം ഓഫ് സോൾവെന്റ് എന്നല്ല. ഓപ്ഷൻ സി ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ഏതാണോ ആഡ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ന്യൂക്ലിയേറ്റ് ആകുന്നത്, എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസിങ് ഏജന്റ്. നെക്സ്റ്റ് വൺ, ഇൻ ദ സോൾ ജെൽ മെത്തേഡ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദ ജെലേഷൻ സ്റ്റേജ്. അപ്പോൾ സോൾ ജെൽ മെത്തേഡിൽ നമുക്കറിയാം സോൾ ടു ജെൽ ട്രാൻസ്ഫർമേഷൻ ആണ്, നമ്മുടെ ഫേസ് ട്രാൻസ്ഫർമേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ജെലേഷൻ സ്റ്റേജിൽ ജെല്ലായിട്ട് മാറുന്ന സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, സോ ഐ വിൽ ഗിവ് യു ബ്രീഫ് ഐഡിയ. നമ്മളിവിടെ മെറ്റൽ ആൽക്കോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യും. അപ്പോൾ ഇവിടെ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആൻഡ് ഓൾസോ നമുക്കിവിടെ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ പി എച്ച് ഒക്കെ കാണും. അപ്പോൾ ഈ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സിൽ വാട്ട് ഹാപ്പൻസ്, ഈ സോൾ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു ജെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സോളിഡ് ജെൽ ഫോമിലോട്ട് വരുമ്പോൾ സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഈ ജെൽ ഫോം ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ സോൾ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേർന്ന് ജെല്ലാണ് ഫോം ചെയ്യുന്നത് അല്ലേ? അതാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലിക്വിഡിൽ സോളിനെ ഡിസ്പോസ് ചെയ്ത് കിടക്കുമ്പോൾ ഇതിൽ സോളിന്റെ പാർട്ടിക്കിൾസ് വന്ന് കൂടിയിട്ടാണ് നമ്മൾ ജെല്ല് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഇസ് ഫോർമേഷൻ ഓഫ് ആൻ ഇന്റർ കണക്റ്റഡ് 3D നെറ്റ്വർക്ക്. സോളിലെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? കമ്പൈൻഡ് ആയിട്ട് ജെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവാപറേഷൻ ഓഫ് സോൾവെന്റ് അല്ല, പ്രീകർസർ ഹൈഡ്രോളിസിസ്, റിഡക്ഷൻ ഓഫ് മെറ്റൽ അയൺസ്, ഇതൊന്നും അല്ല നടക്കുന്നത്. റിഡക്ഷൻ ഓഫ് മെറ്റൽ അയൺസ് ഒക്കെ എന്താണ് റിഡക്ഷനിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ നമുക്ക് ജസ്റ്റ് ഓഡ് ഓൺ ഔട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലാവും. സോ ജെലേഷൻ occurs when soil particles link together forming a continuous 3D gel network. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോം ചെയ്ത് ജെല്ല് ഫോം ചെയ്താലേ നമുക്ക് അടുത്തടുത്ത് ഡ്രൈ ചെയ്ത് കാൽസിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാനോ മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ സോൾ ജെൽ മെത്തേഡ് അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഈ ഒരു ഹൈഡ്രോളിസിസ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പം ഹൈഡ്രോളിസിസിനകത്ത് ഹൈഡ്രോ തെർമൽ ആയിക്കോട്ടെ സോൾ ജെൽ ആയിക്കോട്ടെ. ഓക്കെ, ഹൈഡ്രോളിസിസിനകത്ത് ഹൈഡ്രോ തെർമലും ഉണ്ട്, സോൾ ജെൽ മെത്തേഡ് ഉണ്ട്. അപ്പം ഈ രണ്ടിലും നമ്മൾ മെയിൻലി ഫോം ചെയ്യുന്നത് ഇവിടെ ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഹൈഡ്രോളിസിസിൽ ഹൈഡ്രോ തെർമൽ ഉണ്ട്. സോ ഹൈഡ്രോ തെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ എടുക്കും. ആൻഡ് വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പ്രീകർസർ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കോക്സൈഡ് നമ്മൾ പറഞ്ഞു, ഹൈഡ്രോളിസിസിൽ ആൽക്കോക്സൈഡ് യൂസ് ചെയ്യും. അപ്പോൾ വാട്ടറും ആൽക്കോക്സൈഡും കൂടെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രോളിസിസ് നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് കിട്ടും. ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്നത് തിൻ ഫിലിംസ്, ബൾക്ക് പൗഡേഴ്സ്, പിന്നെ നാനോ ക്രിസ്റ്റൽസ്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഹൈഡ്രോ തെർമലിൽ ചെയ്യുന്നത്. തിൻ ഫിലിംസ്, ബൾക്ക് മെറ്റീരിയൽസ്, നാനോ ക്രിസ്റ്റൽസ്. പിന്നെ വരുന്നത് സോൾ ജെൽ മെത്തേഡാണ്. സോൾ ജെൽ മെത്തേഡിൽ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ഓക്സൈഡ്സും സെറാമിക്സും ആണ് ചെയ്യുന്നത്. സെറാമിക്സ്. ഇനി റിഡക്ഷൻ പ്രോസസ്സിൽ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെറ്റൽസിനെയാണ്. ഓക്കെ, മെറ്റൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നാനോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ്, സിൽവർ ഒക്കെ പറഞ്ഞില്ല, അതൊക്കെ മെയിനായിട്ട് നമ്മൾ ഫോം ചെയ്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഓൾസോ റെഡ്യൂസിങ് ഏജൻസ് നമ്മൾ പറഞ്ഞു, സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉണ്ട്, സിട്രേറ്റ് ഉണ്ട്, പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് ആക്ച്വലി, ഗ്ലൂക്കോസ് ആൻഡ് അസ്കോർബിക് ആസിഡ്. ഓക്കെ, ഗ്ലൂക്കോസും അസ്കോർബിക് ആസിഡും യൂസ് ചെയ്യും. ഇതിൽ പിന്നെ പ്രൊട്ടക്റ്റീവ് ഏജൻസ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ഉണ്ട്, വിച്ച് മീൻ ഫോർ അതായത് ഹൈ ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വി യൂസ് പ്രൊട്ടക്റ്റീവ് ഏജൻസ്, തയോളും ഗ്ലൂക്കോസും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസിന്റെ ഏതിനൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ,
Which of the following stabilizing agent is commonly used in the reduction method to prevent nanoparticle aggregation? Okay, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നാനോപാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ആയി പോകാതിരിക്കാനായിട്ട് റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ഓപ്ഷൻ ബി, പോളിവിനൈൽ പൈറോലിഡോൺ. ഓക്കെ, PVP എന്ന് പറയുന്നത് പോളിവിനൈൽ പൈറോലിഡോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം സിട്രേറ്റും യൂസ് ചെയ്യും, സർഫക്റ്റൻസും യൂസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വെക്കുകയും നാനോ പാർട്ടിക്കിൾസ് ഒന്ന് അടിഞ്ഞുകൂടി ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. So next ഒരു assertion recent type question ആണ്. The Sol-Gel method is used for thin film coatings. Okay, അപ്പോൾ Sol-Gel method നമ്മൾ പറഞ്ഞു, Sol-Gel method is used for metal oxides and ceramic nanoparticles അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ഫിലിം കോട്ടിങ്സ് ആക്ച്വലി കോമൺ ആയിട്ട് നമുക്ക് പറയാം. ഹൈഡ്രോ തെർമലിനകത്ത് നമ്മൾ തിൻ ഫിലിംസും ബൾക്ക് പൗഡേഴ്സും നാനോ ക്രിസ്റ്റൽസിന്റെ ഫോമിൽ കിട്ടും. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ആണെങ്കിലും വി ഗെറ്റ് ഇൻ ദ ഫോം ഓഫ് തിൻ ഫിലിംസ്, ബൾക്ക് പൗഡേഴ്സ്, നാനോ ക്രിസ്റ്റൽ, ഈ ഫോമിലാണ് കിട്ടുന്നത്. പക്ഷേ മെറ്റൽ ഓക്സൈഡ് ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്, Sol-Gel മെത്തേഡ് കറക്റ്റാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഡെപ്പോസിറ്റഡ് ഓൺ സബ്സ്ട്രേറ്റ്സ് യൂസിങ് ഡിപ്പ് കോട്ടിംഗ് ആൻഡ് സ്പിൻ കോട്ടിംഗ് ടെക്നിക്സ്. അപ്പോൾ ഈ ടെക്നിക്സ് നമുക്ക് അങ്ങനെ ഡെപ്തിന് പഠിക്കാനില്ല, പക്ഷേ ഈ ടെക്നിക്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡിപ്പ് കോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് ജസ്റ്റ് അതിൽ നാനോ മെറ്റൽസിനെ കോട്ട് ചെയ്ത് ഒറ്റ കോട്ടായിട്ട് എടുക്കും. ആൻഡ് വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ് ഔട്ട്. സോ അങ്ങനെ ഡിപ്പ് കോട്ടിംഗ് അല്ലെങ്കിൽ സ്പിൻ കോട്ടിംഗ് വഴിയും സിംഗിൾ ലെയർ കോട്ടിങ്സ് നമുക്ക് തിൻ കോട്ടിങ്സ് ആയിട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇത് കറക്റ്റാണ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, so we can go with one more question. In the Sol-Gel method, what role does pH play in nanoparticles? So Sol-Gel method pH എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഇറ്റ് അഫക്ട്സ് ദ വിസ്കോസിറ്റി ഓഫ് സോൾ. വിസ്കോസിറ്റിന്റെ ഫാക്ടറിനെ പറ്റിയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ അതിൽ Sol-Gel. അപ്പോൾ അതല്ല. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഹൈഡ്രോളിസിസ് ആൻഡ് കണ്ടൻസേഷൻ റേറ്റ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, അതിൽ നടക്കുന്ന പ്രോസസ്സ്, അതായത് ഹൈഡ്രോളിസിന്റെ റേറ്റ്, ഉണ്ടാകുന്ന നാനോ പാർട്ടിക്കിളിന്റെ സൈസ്, അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും അല്ലേ. സോ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൈഡ്രോളിസിസ് ആൻഡ് കണ്ടൻസേഷൻ റേറ്റ്, വിച്ച് ഈസ് കറക്റ്റ്. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇറ്റ് ഡിറ്റർമിൻസ് ദ കളർ ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അല്ല, PH ഒരിക്കലും കളർ ഡിറ്റർമിൻ ചെയ്യില്ല. അതിലുള്ള പിഗ്മെന്റ്സോ ഓക്സൈഡ്സോ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും. ഇറ്റ് പ്രിവെന്റ്സ് ജിലേഷൻ. ഇല്ല, ജിലേഷൻ പ്രിവെന്റ് ചെയ്യുന്നതല്ല, കാരണം സോളിന് ജെല്ലിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ വിച്ച് ഈസ് ഓൾസോ റോങ്. സോ കറക്റ്റ് ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, സോ PH ഓഫ് ദ സൊല്യൂഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വേണം. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി നീഡഡ് ടു ഡിസ്കസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസെപ്റ്റ്സ് ഓഫ് synthesis of nanomaterials. Okay.